ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധമില്ലെന്ന അൽ ഫലാഹ് സർവകലാശാല. സ്ഫോടനത്തിൽ സർവകലാശാലയ്ക്ക് ബന്ധമുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും സർവകലാശാല VC ഭൂമിന്ദർ കൗർ ആനന്ദ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. സർവകലാശാലയിൽ പോലീസ് പരിശോധന തുടരുകയാണ്. സർവകലാശാലയിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ജമ്മു കശ്മീർ പോലീസിന്റെയും പരിശോധന തുടരുന്നതിനിടെയാണ് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് ഫലാഹ് സർവകലാശാല അറിയിച്ചത്. ആരോപണങ്ങളിൽ പറയുന്ന തരത്തിലുള്ള രാസവസ്തുക്കളോ മറ്റു സാമഗ്രികളോ സർവകലാശാലയിൽ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന് മാത്രമാണ് സർവകലാശാല ലാബുകൾ ഉപയോഗിക്കുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും സർവകലാശാല അറിയിച്ചു. ഇതുവരെ 70 പേരെയാണ് ചോദ്യം ചെയ്തത്. ആശുപത്രിയിലെ ആർക്കെങ്കിലും ഭീകരപ്രവർത്തനവുമായി ബന്ധമുണ്ടോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു എന്ന് പറയുന്ന ഫരീദാബാദിലെ ഫത്തേർപൂർ തഗായിലെ കെട്ടിടത്തിൽ പോലീസ് ഇടയ്ക്ക് പരിശോധനയ്ക്കെത്തുന്നുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സർവകലാശാലക്കകത്തുണ്ടായിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ ആ റിപ്പോർട്ടുകളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് സർവകലാശാല അധികൃതർ. സർവകലാശാലക്കകത്ത് സ്ഫോടന വസ്തുക്കളോ രാസവസ്തുക്കളോ ശേഖരിച്ചില്ല എന്നാണ് സർവകലാശാല വ്യക്തമാക്കിയിരിക്കുന്നത്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നിന്നും അതുൽ ചന്ദ്രനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.